ദൈവനാമം മഹത്വപ്പെടട്ടെ. സെബദി എന്ന മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് യാക്കോബ്. സഹോദരനായ യോഹന്നാനിൽ നിന്നാണ് യേശുവിനെ കുറിച്ച് യാക്കോബ് അറിയുന്നത്. അപ്പനോടും സഹോദരനോടുമൊപ്പം ഗലീല കടലിൽ പടകിൽ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ വിളിയുണ്ടാകുന്നത്. അപ്പനും പടകുമൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ പോവുകയാണ് അയാൾ. പിന്നെ അങ്ങോട്ട് ക്രിസ്തുവിനെ വിട്ടുപിരിയാതെയുള്ള യാത്രയാണ്. പരസ്യ ശുശ്രൂഷ വേളയിൽ ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന 3 പേരിൽ ഒരാളാണ് യാക്കോബ്. ഗെത്സമനെ തോട്ടത്തിലെ പ്രാണവേദനയിലുള്ള പ്രാർത്ഥനയിലും മറുരൂപമലയിലും യായിറോസിന്റെ മകളെ സുഖപ്പെടുത്തുമ്പോഴുമൊക്കെ കൂടെയുണ്ടായാണ്. യേശുവിന്റെ സ്വർഗാരോഹണത്തിനും പെന്തിക്കോസ്തി പെരുന്നാളിലെ പരിശുദ്ധാത്മ ആവാസത്തിനും ശേഷം ആദ്യ സഭയിലെ ശക്തനായൊരു നേതാവായിരുന്നു യാക്കോബ്. അതുകൊണ്ടാവണം ഹെരോദ അഗ്രിപ്പ ഒന്നാമൻ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുന്നത്. 12 അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷിയാണ് യാക്കോബ്. യേശുവിനെ അനുഗമിക്കണമെന്നും യേശുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ടതെന്ന് നാം കരുതുന്ന പലതും ഉപേക്ഷിക്കണമെന്നും യാക്കോബ് ശ്ലീഹ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.